എല്ലാവർക്കും നമസ്കാരം. MSW ഫസ്റ്റ് ഇയർ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് MSW 001 ഓറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന വിഷയത്തിലെ യൂണിറ്റ് 1 ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ദി അമേരിക്കാസ് എന്ന വളരെ പ്രധാനപ്പെട്ട യൂണിറ്റാണ്. ഈ യൂണിറ്റ് പഠിക്കുമ്പോൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. സോഷ്യൽ വർക്ക് അമേരിക്കയിൽ ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ആവശ്യത്തിലുള്ള ആളുകളെ സഹായിക്കുന്ന പഴയ രീതികളിൽ നിന്നാണ് സോഷ്യൽ വർക്ക് ക്രമേണ വികസിച്ചത്. ആദ്യകാലത്ത് ചാരിറ്റി, പുവർ റിലീഫ്, വോളണ്ടറി ഓർഗനൈസേഷൻസ്, സോഷ്യൽ വെൽഫെയർ, പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്ന രീതിയിലാണ് വലിയ മാറ്റമുണ്ടായത്. ഇന്ന് സോഷ്യൽ വർക്കർ ഒരു വ്യക്തിയുടെ പ്രശ്നം മാത്രം പരിഹരിക്കുന്ന ഒരാളല്ല. അയാളുടെ പ്രശ്നത്തിനു പിന്നിലുള്ള കുടുംബ സാഹചര്യം, സാമ്പത്തിക സാഹചര്യം, സാമൂഹിക സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം, വിവേചനം, അസമത്വം എന്നിവയും മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണലാണ്. ഇതാണ് ഇന്നത്തെ യൂണിറ്റിന്റെ പ്രധാന ആശയം. എന്താണ് അമേരിക്കാസ്? ആദ്യം ഒരു ചെറിയ സംശയം മാറ്റാം. അമേരിക്കാസ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായും രണ്ട് വലിയ പ്രദേശങ്ങളെയാണ് ഈ യൂണിറ്റ് പഠിക്കുന്നത്. നോർത്ത് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കാനഡ, സൗത്ത് അമേരിക്ക ഓർ ലാറ്റിൻ അമേരിക്ക, ബ്രസീൽ, അർജന്റീന, ചിലി തുടങ്ങിയ രാജ്യങ്ങൾ. ഈ പ്രദേശങ്ങളിലെ സോഷ്യൽ വർക്ക് ഡെവലപ്മെന്റ് ഒരുപോലെയല്ല. ഓരോ രാജ്യത്തിന്റെയും ചരിത്രം, കൊളോണിയൽ ഇൻഫ്ലുവൻസ്, ഇക്കോണമി, പോളിറ്റിക്സ്, കൾച്ചർ, പോവർട്ടി തുടങ്ങിയവ സോഷ്യൽ വർക്കിന്റെ വളർച്ചയെ സ്വാധീനിച്ചു. നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്കയിലെ സോഷ്യൽ വർക്ക് ഡെവലപ്മെന്റിൽ യൂറോപ്യൻ ഇൻഫ്ലുവൻസസ് വലിയ പങ്കുവഹിച്ചു. ഇന്റർനാഷണൽ സോഷ്യൽ വർക്ക് എന്താണ്? ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഒരു രാജ്യത്തിലെ സോഷ്യൽ വർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ മറ്റൊരു രാജ്യത്തിലെ സോഷ്യൽ വർക്ക് നേരിടുന്ന പ്രശ്നങ്ങളുമായി എല്ലായ്പ്പോഴും ഒരുപോലെയാകണമെന്നില്ല. ഉദാഹരണത്തിന്, ഒരു രാജ്യത്ത് പ്രധാന പ്രശ്നം പോവർട്ടി ആയിരിക്കാം, മറ്റൊരു രാജ്യത്ത് മൈഗ്രേഷൻ ആയിരിക്കാം, മറ്റൊരു രാജ്യത്ത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആയിരിക്കാം, മറ്റൊരിടത്ത് വാർ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കാം. അതുകൊണ്ട് ഇന്റർനാഷണൽ സോഷ്യൽ വർക്ക് വിവിധ രാജ്യങ്ങളിലെ പ്രോബ്ലംസ്, പോളിസീസ്, മെത്തഡ്സ്, റൂൾസ്, സോഷ്യൽ കണ്ടീഷൻസ് എന്നിവയെ പഠിക്കുന്നു. സോഷ്യൽ വർക്കിന്റെ ആദ്യകാല സമീപനങ്ങൾ. മോഡേൺ സോഷ്യൽ വർക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ആളുകളെ സഹായിക്കാൻ പല രീതികളും ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട 4 ആശയങ്ങൾ. 1. പാട്രണേജ്, ഒരു വിഭാഗത്തിന് സാമ്പത്തികമോ രാഷ്ട്രീയമോ ആയ പിന്തുണ നൽകുക. 2. പയറ്റി, മതപരമായ കടമയായി നീഡി പീപ്പിളിനെ സഹായിക്കുക. 3. പുവർ ലോസ്, ദരിദ്രർക്കായി നിയമപരമായ സഹായ സംവിധാനങ്ങൾ. 4. ഫിലാന്ത്രപ്പി, സ്വമേധയാ പണം, സാധനങ്ങൾ തുടങ്ങിയവ ദാനം ചെയ്യുക. ഇവയെല്ലാം ഫോർമൽ പബ്ലിക് വെൽഫെയർ സിസ്റ്റമിന് മുമ്പുണ്ടായിരുന്ന പ്രധാന രീതികളായിരുന്നു. ഒരു പ്രധാന മാറ്റം, ആരാണ് ഉത്തരവാദി? ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. ഒരു ദരിദ്രനായ വ്യക്തിയെ കണ്ടാൽ അയാളെ സഹായിക്കേണ്ടത് ആരാണ്? ആദ്യകാലത്ത് ഉത്തരം കുടുംബം, അല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻഡിവിജ്വൽസ്. പിന്നീട് ചോദ്യം മാറി, സമൂഹത്തിനും സർക്കാരിനും ഉത്തരവാദിത്വമില്ലേ? ഇതാണ് സോഷ്യൽ വെൽഫെയറിന്റെ വളർച്ചയിൽ വലിയ മാറ്റമുണ്ടാക്കിയത്. സോഷ്യൽ വർക്ക് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഭാഗം. USA-യിലെ സോഷ്യൽ വർക്ക് ഹിസ്റ്ററി മനസ്സിലാക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്, പുവർ പീപ്പിളിന് സഹായം നൽകാനുള്ള പഴയ രീതികൾ. രണ്ടാമത്, അത് പ്രൊഫഷണൽ സോഷ്യൽ വർക്കായി മാറിയ രീതി. ഏർലി അമേരിക്ക ദരിദ്രരെ എങ്ങനെ സഹായിച്ചു? അമേരിക്കൻ കോളനീസ് രൂപപ്പെടുന്ന ആദ്യകാലത്ത് പോപ്പുലേഷൻ കുറവായിരുന്നു. റിസോഴ്സസ് താരതമ്യേന കൂടുതലായിരുന്നു. അതുകൊണ്ട് പോവർട്ടി വലിയ സ്ഥിരമായ സോഷ്യൽ പ്രോബ്ലം ആയി ആദ്യം കാണപ്പെട്ടിരുന്നില്ല. പിന്നീട് പോപ്പുലേഷൻ വർദ്ധിച്ചു. അപ്പോൾ ദരിദ്രർ, അനാഥർ, വയോധികർ, രോഗികൾ,
തൊഴിൽ ചെയ്യാൻ കഴിയാത്തവർ, ഭവനരഹിതർ എന്നിവരുടെ എണ്ണം ശ്രദ്ധേയമായി. അവരെ പലപ്പോഴും ആൽം ഹൗസസ് ആൻഡ് വർക്ക് ഹൗസസ് പോലുള്ള സ്ഥാപനങ്ങളിൽ പാർപ്പിച്ചു. എന്നാൽ ഈ സംവിധാനം എല്ലായ്പ്പോഴും ഫലപ്രദമായിരുന്നില്ല. അതോടെ റിലിജിയസ് ഗ്രൂപ്പ്സിൽ നിന്നും വോളണ്ടറി ഓർഗനൈസേഷൻസ് രൂപപ്പെടാൻ തുടങ്ങി. 1624 ഒരു പ്രധാന തുടക്കം. വെർജീനിയ കോളനി ഡിസേബിൾഡ് സോൾജേഴ്സ് ആൻഡ് സെയിലേഴ്സിന്റെ ആവശ്യങ്ങൾക്കായി ലോസ് കൊണ്ടുവന്നു. എക്സാം പോയിന്റ് 1624 വെർജീനിയ കോളനി ഡിസേബിൾഡ് സോൾജേഴ്സ് ആൻഡ് സെയിലേഴ്സ്. 1642 ഫസ്റ്റ് പുവർ ലോ ലെജിസ്ലേഷൻ ഇൻ ദ ന്യൂ വേൾഡ്. പ്ലിമത്ത് കോളനി എലിസബത്തൻ പുവർ ലോനെ അടിസ്ഥാനമാക്കി ലെജിസ്ലേഷൻ കൊണ്ടുവന്നു. ഇത് ന്യൂ വേൾഡിലെ ഏർലി പുവർ റിലീഫ് ലെജിസ്ലേഷനുകളിൽ പ്രധാനപ്പെട്ട ഒന്നായി കാണാം. ഓർക്കാൻ 1642 പ്ലിമത്ത് എലിസബത്തൻ പുവർ ലോ ഇൻഫ്ലുവൻസ്. 1650 പ്രോട്ടസ്റ്റന്റ് വർക്ക് എഥിക്. പ്രോട്ടസ്റ്റന്റ് വർക്ക് എഥിക് എന്ന ആശയം ശക്തമായി. സെൽഫ് ഡിസിപ്ലിൻ, ഹാർഡ് വർക്ക്, ഫ്രുഗാലിറ്റി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി. ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്തായിരുന്നു? തൊഴിൽ ഇല്ലാത്തവരെയോ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുന്നവരെയോ ചിലപ്പോൾ ലേസി ഓർ ഡിപെൻഡന്റ് ആയി കാണുന്ന സമീപനം വളർന്നു. ഇവിടെ നിന്ന് പോവേർട്ടിയെക്കുറിച്ചുള്ള ഒരു വലിയ ഡിബേറ്റ് ആരംഭിക്കുന്നു. ദാരിദ്ര്യം വ്യക്തിയുടെ തെറ്റാണോ അതോ സമൂഹത്തിലെ സാഹചര്യങ്ങളാണോ ഒരാളെ ദരിദ്രനാക്കുന്നത്? ഈ ചോദ്യം പിന്നീട് സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. 1692 ഹോംലെസ് ചിൽഡ്രൻ. മാസച്യൂസെറ്റ്സിൽ ഹോംലെസ് ചിൽഡ്രനെ മറ്റ് കുടുംബങ്ങളുടെ സംരക്ഷണത്തിലേക്ക് നൽകുന്ന സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ആ കുടുംബങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരാവുന്ന രീതിയുമുണ്ടായിരുന്നു. ഇത് വെൽഫെയർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഹിസ്റ്ററിയിലെ ഏർലി എക്സാമ്പിൾസ് ആയി പഠിക്കാം. 1776 ഡെക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഡെക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി എന്ന ആശയങ്ങൾ ശക്തമായി മുന്നോട്ടുവന്നു. എന്നാൽ അതേസമയം സ്ലേവറി നിലനിന്നിരുന്നു. അതുകൊണ്ട് അമേരിക്കൻ ഹിസ്റ്ററിയിൽ ഒരു പ്രധാന കോൺട്രഡിക്ഷൻ കാണാം. ഫ്രീഡം എന്ന ആശയം വളരുന്നു, എന്നാൽ എല്ലാവർക്കും ഒരേ ഫ്രീഡം ലഭിച്ചിരുന്നില്ല. ഈ കോൺട്രഡിക്ഷൻ പിന്നീട് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിനും സോഷ്യൽ ജസ്റ്റിസിനും വലിയ പ്രാധാന്യം നൽകുന്നു. 1787 യുഎസ് കോൺസ്റ്റിറ്റ്യൂഷൻ. യുഎസ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്വീകരിച്ചു. ജനറൽ വെൽഫെയർ എന്ന ആശയം അമേരിക്കൻ പൊളിറ്റിക്കൽ ഡിസ്കഷനിൽ പ്രധാനമായി. എക്സാം പോയിന്റ് 1787 കോൺസ്റ്റിറ്റ്യൂഷൻ, ജനറൽ വെൽഫെയർ. 1813 ചൈൽഡ് ലേബർ. കനേറ്റിക്കറ്റിൽ ചൈൽഡ് ലേബർ സംബന്ധിച്ച നിയമങ്ങൾ കൊണ്ടുവന്നു. ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് റീഡിംഗ്, റൈറ്റിംഗ്, അരിത്മെറ്റിക് തുടങ്ങിയ വിദ്യാഭ്യാസം ലഭിക്കണമെന്ന വ്യവസ്ഥ ഉൾപ്പെട്ടു. ഇത് നമ്മോട് ഒരു കാര്യം പറയുന്നു. സോഷ്യൽ വെൽഫെയർ എന്നത് പോവർട്ടി റിലീഫ് മാത്രമല്ല. കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ലേബർ റൈറ്റ്സ്, പ്രൊട്ടക്ഷൻ എന്നിവയും സോഷ്യൽ വെൽഫെയറിന്റെ ഭാഗമാണ്. 19th സെഞ്ച്വറി വോളണ്ടറി ഓർഗനൈസേഷൻസ്. ഇൻഡസ്ട്രിയലൈസേഷൻ ശക്തമായതോടെ സോഷ്യൽ പ്രോബ്ലംസ് വർദ്ധിച്ചു. നഗരങ്ങൾ വളർന്നു. ദാരിദ്ര്യം വർദ്ധിച്ചു. ഹൗസിംഗ് പ്രോബ്ലംസ് ഉണ്ടായി. അൺഎംപ്ലോയ്മെന്റ് വർദ്ധിച്ചു. കുട്ടികളുടെ തൊഴിൽ പ്രശ്നമുയർന്നു. അപ്പോൾ റിലിജിയസ് ആൻഡ് വോളണ്ടറി ഓർഗനൈസേഷൻസ് കൂടുതൽ സജീവമായി. അങ്ങനെ ഓർഗനൈസ്ഡ് ചാരിറ്റി വളർന്നു. ചാരിറ്റി ഓർഗനൈസേഷൻ, സൊസൈറ്റി കോസ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്, ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി. ഇത് എന്തിനുണ്ടായി? വ്യത്യസ്ത ചാരിറ്റി ഓർഗനൈസേഷൻസ് പലപ്പോഴും ഒരേ ആളുകൾക്ക് പലതവണ സഹായം നൽകുകയും ചിലർ സഹായം ലഭിക്കാതെ പോകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളെ ഓർഗനൈസ് ആൻഡ് കോർഡിനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായി. കോസിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ചാരിറ്റി ഓർഗനൈസേഷൻസ് തമ്മിലുള്ള കോർഡിനേഷൻ, നീഡി പീപ്പിളിനെ ഐഡന്റിഫൈ ചെയ്യൽ, അസിസ്റ്റൻസ് ഓർഗനൈസ് ചെയ്യൽ, ഇൻഡിവിജ്വൽ സർക്കംസ്റ്റാൻസസ് മനസ്സിലാക്കൽ എന്നിവ ഉൾപ്പെട്ടു. പക്ഷേ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു.
ഡിസേർവിംഗ് പുവർ എന്നും അൺഡിസേർവിംഗ് പുവർ എന്നും ആളുകളെ വേർതിരിക്കുന്ന സമീപനം. അതുകൊണ്ട് പിന്നീട് സോഷ്യൽ വർക്ക് കൂടുതൽ ഹ്യൂമെയിൻ ആൻഡ് പ്രൊഫഷണൽ അപ്രോച്ചിലേക്ക് മാറി. സെറ്റിൽമെന്റ് ഹൗസ് മൂവ്മെന്റ് ഇനി കോസിനോട് താരതമ്യം ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്. സെറ്റിൽമെന്റ് ഹൗസ് മൂവ്മെന്റ്. ഇവിടെ സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ വോളണ്ടിയർ പുവർ പീപ്പിളിനെ ദൂരത്ത് നിന്ന് സഹായിക്കുക എന്നതിനു പകരം അവരുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ എത്തി അവരോടൊപ്പം പ്രവർത്തിക്കുക എന്ന അപ്രോച്ച് സ്വീകരിച്ചു. സെറ്റിൽമെന്റ് ഹൗസസിൽ എഡ്യൂക്കേഷൻ, ചൈൽഡ് കെയർ, ഹെൽത്ത് സർവീസസ്, റീക്രിയേഷൻ, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്, സ്കിൽ ഡെവലപ്മെന്റ് തുടങ്ങിയവ നടന്നു. ഇത് കമ്മ്യൂണിറ്റി വർക്കിന്റെ ഡെവലപ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഈസി മെമ്മറി കോസ് കേസ് ഇൻഡിവിജ്വൽ സെറ്റിൽമെന്റ് കമ്മ്യൂണിറ്റി 1895 സ്കൂൾ ഓഫ് സോഷ്യൽ എക്കണോമിക്സ്. ഷിക്കാഗോ സ്കൂൾ ഓഫ് സോഷ്യൽ എക്കണോമിക്സിൽ പുവർ പീപ്പിളിനൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് ലെക്ചേഴ്സ് ആരംഭിച്ചു. ഇത് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ട ഘട്ടമാണ്. 1898 പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ന്യൂയോർക്ക് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിയുടെ സ്പോൺസർഷിപ്പിൽ സമ്മർ സ്കൂൾ ഓഫ് ഫിലാന്ത്രപ്പി ആരംഭിച്ചു. ഇത് യുഎസ്എയിലെ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ ആദ്യകാല പ്രധാന പ്രോഗ്രാംസിലൊന്നാണ്. മേരി റിച്ച്മണ്ടിന്റെ ഇൻഫ്ലുവൻസ് ഇതിലുണ്ടായിരുന്നു. 1898 സമ്മർ സ്കൂൾ ഓഫ് ഫിലാന്ത്രപ്പി. ഇത് പ്രത്യേകം ഓർക്കുക. 1900 സോഷ്യൽ വർക്കർ, സോഷ്യൽ വർക്കേഴ്സ് എന്ന ടേം ഉപയോഗിക്കപ്പെടാൻ തുടങ്ങി. ഇത് വളരെ ചെറിയ ഒരു ഡേറ്റ് പോലെ തോന്നിയാലും എക്സാം പോയിന്റായി പ്രധാനമാണ്. മേരി റിച്ച്മണ്ട്. ഇനി ഒരു പ്രധാന വ്യക്തിയെ പരിചയപ്പെടാം. മേരി റിച്ച്മണ്ട്. സോഷ്യൽ വർക്ക് നോളജ് സിസ്റ്റമാറ്റിക് ആക്കുന്നതിൽ മേരി റിച്ച്മണ്ട് വലിയ സംഭാവന നൽകി. അവരുടെ പ്രധാന കൃതി സോഷ്യൽ ഡയഗ്നോസിസ് 1917 സോഷ്യൽ കേസ് വർക്കിനെ സിസ്റ്റമാറ്റിക് ആൻഡ് അനലിറ്റിക്കൽ രീതിയിൽ കാണുന്നതിന് ഈ വർക്ക് സഹായിച്ചു. ഓർക്കാൻ മേരി റിച്ച്മണ്ട് സോഷ്യൽ ഡയഗ്നോസിസ് 1917. അബ്രാഹം ഫ്ലെക്സ്നർ 1915. ഇനി മറ്റൊരു പ്രധാന പേര് അബ്രാഹം ഫ്ലെക്സ്നർ. സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ ആയി പൂർണ്ണമായി വികസിച്ചിട്ടില്ലെന്ന് ഫ്ലെക്സ്നർ വിമർശിച്ചു. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സോഷ്യൽ വർക്കിന് വ്യക്തമായ ബോഡി ഓഫ് നോളജ്, സിസ്റ്റമാറ്റിക് എഡ്യൂക്കേഷണൽ ടെക്നിക്സ്, പ്രൊഫഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നിവ കൂടുതൽ ശക്തമായി വികസിക്കേണ്ടതുണ്ടായിരുന്നു. ഈ ക്രിറ്റിസിസം പിന്നീട് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ കൂടുതൽ ശക്തമാകാൻ സഹായിച്ച ചർച്ചകളിൽ ഒന്നായി. ഫ്ലെക്സ്നർ 1915 സോഷ്യൽ വർക്ക് പ്രൊഫഷൻ ഡിബേറ്റ് 1933 ന്യൂ ഡീൽ. ഇനി അമേരിക്കൻ സോഷ്യൽ വെൽഫെയർ ഹിസ്റ്ററിയിലെ വലിയൊരു ടേണിംഗ് പോയിന്റ്. പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ ന്യൂ ഡീൽ പ്രോഗ്രാംസ്. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് പോലുള്ള പ്രശ്നങ്ങളെ നേരിടാൻ മേജർ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ആരംഭിച്ചു. ഇതോടെ ഗവൺമെന്റിന്റെ റോൾ സോഷ്യൽ വെൽഫെയറിൽ കൂടുതൽ ശക്തമായി. 1950 സോഷ്യൽ സെക്യൂരിറ്റി അമെൻഡ്മെന്റ്സ്. 1950 ഇൽ സോഷ്യൽ സെക്യൂരിറ്റി ആക്ടിൽ അമെൻഡ്മെന്റ്സ് ഉണ്ടായി. നീഡി ചിൽഡ്രൻ, അവരുടെ റിലേറ്റീവ്സ്, പെർമനന്റ്ലി ആൻഡ് ടോട്ടലി ഡിസേബിൾഡ് പീപ്പിൾ എന്നിവർക്കുള്ള സഹായം ഉൾപ്പെടുത്തി. ഇത് വെൽഫെയർ പ്രോഗ്രാംസ് കൂടുതൽ വൾനറബിൾ ഗ്രൂപ്പ്സിലേക്ക് വ്യാപിച്ചതിന്റെ ഉദാഹരണമാണ്. 1955 റോസ പാർക്സ്. റോസ പാർക്സ് മോണ്ട്ഗോമറി, അലബാമയിൽ ബസ് സെഗ്രിഗേഷനെതിരെ പ്രതിഷേധിച്ച സംഭവം മോഡേൺ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന്റെ വളർച്ചയിൽ പ്രധാനമായി. ഇത് സോഷ്യൽ വർക്കിന്റെ ചരിത്രത്തിൽ എന്തുകൊണ്ട് പ്രധാനമാണ്? കാരണം സോഷ്യൽ വർക്ക് പിന്നീട് പോവർട്ടി റിലീഫ് മാത്രമല്ല, സിവിൽ റൈറ്റ്സ്, ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ് എന്ന മേഖലകളിലും പ്രവർത്തിക്കാൻ തുടങ്ങി. 1960 നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് കോഡ് ഓഫ് എത്തിക്സ് ആദ്യ കോഡ് ഓഫ് എത്തിക്സ് സ്വീകരിച്ചു.
ഇത് സോഷ്യൽ വർക്ക് പ്രൊഫഷണലൈസേഷനിന്റെ പ്രധാന മൈൽസ്റ്റോൺ ആണ്. കാരണം ഒരു പ്രൊഫഷന് എത്തിക്സ് വളരെ പ്രധാനമാണ്. സോഷ്യൽ വർക്കർ ക്ലയന്റിനെ റെസ്പെക്ട് ചെയ്യണം, കോൺഫിഡൻഷ്യാലിറ്റി സംരക്ഷിക്കണം, ഹ്യൂമൻ ഡിഗ്നിറ്റി മാനിക്കണം, പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി പാലിക്കണം എന്നിവ പ്രൊഫഷണൽ എത്തിക്സിന്റെ ഭാഗമാണ്. 1964 ഗ്രേറ്റ് സൊസൈറ്റി പ്രസിഡന്റ് ലിൻഡൻ ബി. ജോൺസണിന്റെ ഗ്രേറ്റ് സൊസൈറ്റി പ്രോഗ്രാംസ്. അതേ വർഷം സിവിൽ റൈറ്റ്സ് ആക്ട് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ പബ്ലിക് പ്ലേസസിനെതിരെ നിയമപരമായ സംരക്ഷണം ശക്തമാക്കി. ഇതിലൂടെ സോഷ്യൽ വെൽഫെയർ, സിവിൽ റൈറ്റ്സ് തമ്മിലുള്ള ബന്ധം കൂടുതൽ വ്യക്തമായി. 1965 മോർ വെൽഫെയർ പ്രോഗ്രാംസ്. 1965 ഇൽ ഗ്രേറ്റ് സൊസൈറ്റി പ്രോഗ്രാംസ് കൂടുതൽ വികസിച്ചു. പ്രധാനമായും മെഡിക്കൽ കെയർ, ഓൾഡർ പീപ്പിൾ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ എന്ന മേഖലകളിൽ പ്രോഗ്രാംസ് വികസിച്ചു. 1990 അമേരിക്കൻസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ഡിസബിലിറ്റി അടിസ്ഥാനമാക്കിയുള്ള ഡിസ്ക്രിമിനേഷനെതിരെ പ്രധാനപ്പെട്ട നിയമ സംരക്ഷണം നൽകി. സോഷ്യൽ വർക്കിന്റെ ചരിത്രത്തിൽ ഇത് ഡിസബിലിറ്റി റൈറ്റ്സ്, ഇക്വാലിറ്റി, ഇൻക്ലൂഷൻ എന്ന ആശയങ്ങളുടെ വളർച്ചയെ പ്രതിഫലിപ്പിക്കുന്നു. 1990 അതേ വർഷം റയൻ വൈറ്റ് കോംപ്രഹെൻസീവ് എയ്ഡ്സ് റിസോഴ്സസ് എമർജൻസി ആക്ട് പ്രിവെൻഷൻ, ഇന്റർവെൻഷൻ, ട്രീറ്റ്മെന്റ്, കമ്മ്യൂണിറ്റി പ്ലാനിംഗ് എന്നിവയ്ക്ക് ഫണ്ടിംഗ് നൽകുന്നതിനുള്ള പ്രധാന നിയമമായി. ഇതിലൂടെ സോഷ്യൽ വർക്ക് പുതിയ ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി ഇഷ്യൂസിലേക്കും വ്യാപിച്ചു. സോഷ്യൽ വർക്ക് ഇൻ കാനഡ. ഇനി കാനഡയിലേക്ക് വരാം. കാനഡയുടെ സോഷ്യൽ വർക്ക് ഡെവലപ്മെന്റിന് USA-യുമായി ചില കോമൺ ഇൻഫ്ലുവൻസസ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് പ്രധാനമായിരുന്നു. ഫ്രഞ്ച് ഇൻഫ്ലുവൻസും കാനഡയുടെ വിവിധ ഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്തി. ബിഫോർ 1867 കാനഡ ഒരു നേഷനായി രൂപപ്പെടുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് കാനഡയിൽ സോഷ്യൽ കെയർ രണ്ട് പ്രധാന രീതികളിലായിരുന്നു. മാരിടൈം പ്രൊവിൻസസ്, ഇംഗ്ലീഷ് പുവർ ലോസിന്റെ സ്വാധീനം. അപ്പർ കാനഡ, ഇന്നത്തെ ഓൺടാരിയോ, ഫാമിലി, ഇൻഡിവിജ്വൽസ്, പ്രൈവറ്റ് ചാരിറ്റീസ് എന്നിവയുടെ ഉത്തരവാദിത്വം പ്രധാനമായിരുന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് കാനഡ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാനഡയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. റൂറൽ ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റി, അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. നഗര ജനസംഖ്യ വർദ്ധിച്ചു. എല്ലാവർക്കും ജോലി ലഭിച്ചില്ല. അതോടെ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് വലിയ സോഷ്യൽ ഇഷ്യൂസായി. 1881 ഓടെ ജോലി ചെയ്യാൻ തയ്യാറുള്ള എല്ലാവർക്കും ജോലി ലഭിക്കും എന്ന പഴയ ധാരണ യാഥാർത്ഥ്യമല്ലെന്ന് വ്യക്തമായി. ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആവശ്യമാണ് എന്ന ചിന്ത വളർന്നു. 1900 റിഫോം ഡിമാൻഡ്സ്. 1900 ഓടെ കാനഡയിൽ ഓൾഡ് ഏജ്, അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, ലേബർ റിലേഷൻസ് എന്നിവയിൽ ഗവൺമെന്റ് ആക്ഷൻ ആവശ്യപ്പെടുന്ന റിഫോം മൂവ്മെന്റ്സ് ശക്തമായി. ഇത് പ്രൊഫഷണൽ സോഷ്യൽ വർക്കിന്റെ വളർച്ചയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഒരുക്കി. 1919 സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ്. കാനഡ ആൻഡ് USA-യിലെ 17 സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക് ചേർന്ന് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗിന് യൂണിഫോം സ്റ്റാൻഡേർഡ്സ് വികസിപ്പിക്കുന്നതിനായി ഓർഗനൈസേഷൻ രൂപീകരിച്ചു. പിന്നീട് ഇത് കൗൺസിൽ ഓൺ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആയി അറിയപ്പെട്ടു. 1926 കനേഡിയൻ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് സ്ഥാപിക്കപ്പെട്ടു. എക്സാം പോയിന്റ്. 1926 കനേഡിയൻ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ്. സൗത്ത് അമേരിക്ക. ഇനി സൗത്ത് അമേരിക്കയിലേക്ക്. ഇവിടത്തെ സോഷ്യൽ വർക്ക് ഡെവലപ്മെന്റ് നോർത്ത് അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇവിടെ പ്രധാന യൂറോപ്യൻ ഇൻഫ്ലുവൻസസ് സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ, UK, ഫ്രാൻസ്, ജർമ്മനി എന്നിവയേക്കാൾ സ്പെയിൻ ആൻഡ് പോർച്ചുഗലിന്റെ കൊളോണിയൽ ഇൻഫ്ലുവൻസ് ശക്തമായിരുന്നു. കൊളോണിയൽ ഇൻഫ്ലുവൻസ്. സൗത്ത് അമേരിക്കയിലെ കൊളോണിയൽ സൊസൈറ്റിയിൽ ഹൈറാർക്കി, ലാൻഡ് ഓണർഷിപ്പ്, റിലിജിയസ് ഓഥോറിറ്റി, കൊളോണിയൽ പവർ, സ്ലേവറി
ഇനെക്വാലിറ്റി എന്നിവ വലിയ സ്വാധീനം ചെലുത്തി. പ്രത്യേകിച്ച് ബ്രസീലിന്റെ ചരിത്രത്തിൽ സാവ്യം എക്കണോമിക് ആയും വലിയ സ്വാധീനം ചെലുത്തി. ബ്രസീലിൽ സ്ലേവറി 1888-ൽ അബലിഷൻ വരെ തുടർന്നു. ബ്രസീൽ ആൻഡ് അർജന്റീന. ബ്രസീലിൽ കൊളോണിയൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇനെക്വാലിറ്റി സോഷ്യൽ ഡെവലപ്മെന്റിനെ ബാധിച്ചു. അർജന്റീനയിൽ നേറ്റീവ് ഗ്രൂപ്പ്സ്, ഇമിഗ്രന്റ്സ്, സ്പാനിഷ് ആൻഡ് ഇറ്റാലിയൻ ഇൻഫ്ലുവൻസസ് എന്നിവ ചേർന്ന് പ്രത്യേക സാമൂഹിക സംസ്കാരം രൂപപ്പെട്ടു. അതുകൊണ്ട് സൗത്ത് അമേരിക്കയിലെ സോഷ്യൽ വർക്ക് ഡെവലപ്മെന്റ് മനസ്സിലാക്കുമ്പോൾ കൊളോണിയലിസം, ഇനെക്വാലിറ്റി, പോവർട്ടി, പൊളിറ്റിക്കൽ ചേഞ്ച് എന്ന 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1925 ഫസ്റ്റ് സൗത്ത് അമേരിക്കൻ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, സാന്റിയാഗോ ദ ചിലി. ഇവിടെ ആദ്യ സൗത്ത് അമേരിക്കൻ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് സ്ഥാപിതമായി. 1925 സാന്റിയാഗോ, ചിലി, ഫസ്റ്റ് സൗത്ത് അമേരിക്കൻ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്. 1930 അർജന്റീന. അർജന്റൈൻ സോഷ്യൽ മ്യൂസിയം സ്കൂൾ ഓഫ് സോഷ്യൽ സർവീസ് ആരംഭിക്കുന്ന പ്രപ്പോസൽ അംഗീകരിച്ചു. പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് കരിക്കുലം ആരംഭിച്ചു. 1945 പാൻ അമേരിക്കൻ കോൺഗ്രസ്. ചിലിയിൽ ഫസ്റ്റ് പാൻ അമേരിക്കൻ കോൺഗ്രസ് ഓഫ് സോഷ്യൽ സർവീസ് നടന്നു. സോഷ്യൽ വർക്ക് കരിക്കുലം സ്റ്റാൻഡേർഡ്സ് സംബന്ധിച്ച ചർച്ചകൾ നടന്നു. ആദ്യം അമേരിക്കൻ മോഡൽ. ആദ്യകാലത്ത് ലാറ്റിൻ അമേരിക്കൻ സോഷ്യൽ വർക്കിന് USA-യിലെ പ്രൊഫഷണൽ പ്രാക്ടീസസ് വലിയ ഇൻഫ്ലുവൻസ് നൽകി. പ്രധാന മെത്തഡ്സ്: കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്നിവയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് തിരിച്ചറിഞ്ഞു, മറ്റൊരു രാജ്യത്തിന്റെ മോഡൽ അതേപടി കോപ്പി ചെയ്യുന്നത് മതിയാകില്ല. സ്വന്തം സോഷ്യൽ റിയാലിറ്റീസ് അനുസരിച്ചുള്ള സോഷ്യൽ വർക്ക് അപ്രോച്ച് വേണം. ഇതാണ് പിന്നീട് റീകൺസെപ്ച്വലൈസേഷനിലേക്ക് നയിച്ചത്. റീകൺസെപ്ച്വലൈസേഷൻ മൂവ്മെന്റ്. ഇത് യൂണിറ്റ് 1-ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സിൽ ഒന്നാണ്. മെഡ് 1960 to മെഡ് 1970. ലാറ്റിൻ അമേരിക്കയിൽ സോഷ്യൽ വർക്കിന്റെ റീകൺസെപ്ച്വലൈസേഷൻ പീരിയഡ് ആരംഭിച്ചു. അവർ ചോദിച്ചു, ഒരു വ്യക്തിയെ മാത്രം മാറ്റാൻ ശ്രമിച്ചാൽ മതിയോ? അല്ല, അയാളെ ദരിദ്രനാക്കുന്ന സാമൂഹിക ഘടനകളെ മാറ്റേണ്ടതില്ലേ? ഇതാണ് പ്രധാന ചിന്ത. അങ്ങനെ സോഷ്യൽ വർക്ക്, ഇൻഡിവിജ്വൽ അഡ്ജസ്റ്റ്മെന്റ് എന്നതിൽ നിന്ന് സോഷ്യൽ ട്രാൻസ്ഫർമേഷൻ എന്നതിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിച്ചു. 2 സ്കൂൾസ് ഓഫ് തോട്ട്സ്. റീകൺസെപ്ച്വലൈസേഷൻ പീരിയഡിൽ 2 പ്രധാന സ്കൂൾസ് ഓഫ് തോട്ട് ഉണ്ടായി. ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച്. സോഷ്യൽ വർക്കർ സമൂഹത്തിൽ സോഷ്യൽ പ്രോബ്ലംസ് കുറക്കാനും സോഷ്യൽ ഈക്വിലിബ്രിയം നിലനിർത്താനും സഹായിക്കണം. അത് എന്താണെന്ന് ലളിതമായി പറഞ്ഞാൽ, സമൂഹം ശരിയായി പ്രവർത്തിക്കാൻ സഹായിക്കുക. ഹിസ്റ്റോറിക്കൽ മറ്റീരിയലിസ്റ്റ് അപ്രോച്ച്. ഇവരുടെ ഫോക്കസ് പോവർട്ടി, ഓപ്പറേഷൻ, മാർജിനലൈസേഷൻ, സോഷ്യൽ ഇനെക്വാലിറ്റി എന്നിവയിൽ സോഷ്യൽ വർക്കർ ഡിസഡ്വാൻറ്റേജ് പീപ്പിളിനെ അവരുടെ ഓപ്പറേഷൻ മനസ്സിലാക്കാനും അതിനെ മറികടക്കാനും സഹായിക്കണം. പൗലോ ഫ്രൈ കൺസയന്റൈസേഷൻ. ഹിസ്റ്റോറിക്കൽ മറ്റീരിയലിസ്റ്റ് അപ്രോച്ച് സ്വരചിഹ്നവുമായി ബന്ധപ്പെട്ട പ്രധാന ആശയമാണ് കൺസയന്റൈസേഷൻ. ബ്രസീലിയൻ എഡ്യൂക്കേറ്റർ പൗലോ ഫ്രൈ-ന്റെ ആശയമാണിത്. ലളിതമായി പറഞ്ഞാൽ, സ്വന്തം സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക. ഒരു വ്യക്തി താൻ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം, തന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, മാറ്റത്തിനായി എന്ത് ചെയ്യാം എന്നിവയെക്കുറിച്ച് ക്രിട്ടിക്കൽ അവയർനെസ് നേടുന്നു. 1976 അർജന്റീനയിൽ മിലിറ്ററി റൂൾ ആരംഭിച്ചു. പൊളിറ്റിക്കൽ റിപ്രഷൻ കാരണം നിരവധി സോഷ്യൽ വർക്ക് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സിനും പെർസിക്യൂഷൻ നേരിടേണ്ടിവന്നു. ചിലർ ജോബ്സ് നഷ്ടപ്പെട്ടു, ചിലർ ജയിലിലായി, ചിലർ രാജ്യത്തിന് പുറത്തേക്ക് പോകേണ്ടിവന്നു. സോഷ്യൽ വർക്ക് പലപ്പോഴും സൊസൈറ്റിയിലെ പവർ സ്ട്രക്ചേഴ്സ് സ്വരചിഹ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1992 സോഷ്യൽ ജസ്റ്റിസ് ഫോക്കസ്. 1992
ഇൽ ലാറ്റിൻ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്കിന്റെ ലീഡർഷിപ്പിൽ നിന്നുള്ള ഒരു പ്രധാന സന്ദേശം. സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ, എക്കണോമിക് ഇൻജസ്റ്റിസ്, പൊളിറ്റിക്കൽ ഇൻജസ്റ്റിസ്, സോഷ്യൽ ഇൻജസ്റ്റിസ്, ഹ്യൂമൻ ഡിഗ്നിറ്റി, എക്വാലിറ്റി, ഡൈവേഴ്സിറ്റി എന്നിവയെക്കുറിച്ചുള്ള അവയർനെസ് വളർത്തണം എന്നതായിരുന്നു. ഇനി മുഴുവൻ യൂണിറ്റ് 1 ഒരു കഥയായി ഓർക്കാം. ആദ്യകാലത്ത് ദരിദ്രരെ സഹായിക്കണം, പിന്നീട് അവരെ ഓർഗനൈസ്ഡ് ആയി സഹായിക്കണം, അതിനുശേഷം അവരുടെ പ്രശ്നങ്ങൾ പഠിക്കണം, പിന്നീട് പ്രൊഫഷണൽ ട്രെയിനിംഗ് വേണം, അതിനുശേഷം ഇൻഡിവിജ്വൽ പ്രോബ്ലം മാത്രം നോക്കരുത്, പിന്നീട് സോഷ്യൽ എൻവയറൺമെന്റ് നോക്കണം, അവസാനം സോഷ്യൽ ഇനെക്വാലിറ്റി ആൻഡ് അൺജസ്റ്റ് സ്ട്രക്ചേഴ്സ് മാറ്റാൻ പ്രവർത്തിക്കണം. ഇതാണ് സോഷ്യൽ വർക്കിന്റെ വലിയ ട്രാൻസ്ഫർമേഷൻ. വെരി ഈസി മെമ്മറി ട്രിക്ക്. USA ഹിസ്റ്ററി. 1624 ഡിസേബിൾഡ് സോൾജേഴ്സ് ആൻഡ് സെയിലേഴ്സ്. 1642 പ്ലിമത്ത് പുവർ ലോ. 1776 ഡെക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. 1787 കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ജനറൽ വെൽഫെയർ. 1813 ചൈൽഡ് ലേബർ ലോ. 1898 സമ്മർ സ്കൂൾ ഓഫ് ഫിലാന്ത്രപ്പി. 1900 സോഷ്യൽ വർക്കർ ടേം. 1915 ഫ്ലെക്സ്ന. 1917 മേരി റിച്ച്മണ്ട് സോഷ്യൽ ഡയഗ്നോസിസ്. 1933 ന്യൂ ഡീൽ. 1960 നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് കോഡ് ഓഫ് എത്തിക്സ്. 1964 ഗ്രേറ്റ് സൊസൈറ്റി സിവിൽ റൈറ്റ്സ്. 1990 അമേരിക്കൻസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, റയൻ വൈറ്റ് ആക്ട്. കാനഡ മെമ്മറി. 1867 കാനഡ ബിക്കംസ് എ നേഷൻ. 1900 റിഫോം ഡിമാൻഡ്സ് ഇൻക്രീസ്. 1919 യൂണിഫോം സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഇനിഷ്യേറ്റീവ്. 1926 കനേഡിയൻ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ്. സൗത്ത് അമേരിക്ക മെമ്മറി. 1925 ഫസ്റ്റ് സൗത്ത് അമേരിക്കൻ സ്കൂൾ, സാന്റിയാഗോ, ചിലി. 1930 അർജന്റീന സ്കൂൾ ഓഫ് സോഷ്യൽ സർവീസ്. 1945 ഫസ്റ്റ് പാൻ അമേരിക്കൻ കോൺഗ്രസ്. 1960 S1970 റീകൺസെപ്ച്വലൈസേഷൻ. 1976 മിലിറ്ററി റൂൾ ഇൻ അർജന്റീന. 1992 സ്ട്രോങ് എംഫസിസ് ഓൺ ഡിഗ്നിറ്റി, എക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. Exam oriented question. What is the main focus of Unit 1? Answer. History of social work and social welfare in North and South America. Which two countries are mainly discussed under North America? Answer. USA and Canada. Which countries strongly influenced South American social work historically? Answer. Spain and Portugal. What happened in 1898 in the USA? Answer. Summer School of Philanthropy was started. Who is associated with social diagnosis? Answer. Mary Richmond. In which year was social diagnosis published? Answer. 1917. Who questioned whether social work had developed sufficiently as a profession in 1915? Answer. Abraham Flexner. What was the New Deal? Answer. Franklin D. Roosevelt. Major social welfare programs responding to poverty and unemployment. When did National Association of Social Workers adopt its first code of ethics? Answer. 1960. What is ADA? Answer. Americans with Disabilities Act. 1990. When was the first South American School of Social Work established? Answer. 1925.
Where was it established? Answer: Santiago, Chile. What is reconceptualization? Answer: a major period in Latin American social work, particularly from the mid-1960s to mid-1970s, when social workers increasingly sought approaches rooted in their own social realities rather than relying mainly on imported models. What are the two schools of thought? Answer: functionalist and historical materialist. Who is associated with conscientization? Answer: Paulo Freire. Students ന് ഓർക്കേണ്ട 10 golden points. 1. Americas, North America and South America. 2. USA and Canada, North America. 3. Spain and Portugal, major colonial influences in South America. 4. 1624, Virginia. 5. 1642, Plymouth. 6. 1898, Summer School of Philanthropy. 7. 1915, Flexner. 8. 1917, Mary Richmond Social Diagnosis. 9. 1960, NASW Code of Ethics. 10. 1925, First South American School of Social Work. അപ്പോൾ വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ദി അമേരിക്കാസ് എന്ന യൂണിറ്റ് വളരെ വിശദമായി പഠിച്ചു. ഈ യൂണിറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഒരു വാചകത്തിൽ പറഞ്ഞാൽ, സോഷ്യൽ വർക്ക് evolved from charity and poor relief into an organized, educated, professional and socially transformative discipline. അഥവാ ദാനധർമ്മത്തിൽ നിന്ന് പ്രൊഫഷണൽ സോഷ്യൽ വർക്കിലേക്കുള്ള വളർച്ചയാണ് ഈ യൂണിറ്റിന്റെ പ്രധാന വിഷയം. USA-യിൽ വോളണ്ടറി ഓർഗനൈസേഷൻസ്, ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി, സെറ്റിൽമെന്റ് ഹൗസ് മൂവ്മെന്റ്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, മേരി റിച്ച്മണ്ട്, അബ്രഹാം ഫ്ലെക്സ്നർ, ന്യൂ ഡീൽ, സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് എന്നിവ സോഷ്യൽ വർക്കിന്റെ വളർച്ചയെ സ്വാധീനിച്ചു. കാനഡയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ, പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് വെൽഫെയർ ഇന്റർവെൻഷൻ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്നിവ പ്രധാനപ്പെട്ട ഘട്ടങ്ങളായിരുന്നു. സൗത്ത് അമേരിക്കയിൽ സ്പെയിൻ ആൻഡ് പോർച്ചുഗലിന്റെ കൊളോണിയൽ ഇൻഫ്ലുവൻസ്, ഇനെക്വാലിറ്റി, പോവർട്ടി, പൊളിറ്റിക്കൽ ചേഞ്ചസ് എന്നിവ സോഷ്യൽ വർക്കിനെ സ്വാധീനിച്ചു. പിന്നീട് ലാറ്റിൻ അമേരിക്കയിൽ റീകൺസെപ്ച്വലൈസേഷൻ മൂവ്മെന്റ് സോഷ്യൽ വർക്കിന് കൂടുതൽ സോഷ്യൽ ജസ്റ്റിസ്, ഓപ്പറേഷൻ, എംപവർമെന്റ്, ട്രാൻസ്ഫർമേഷൻ എന്നിവയുമായി ബന്ധിപ്പിച്ചു. അതുകൊണ്ട് സോഷ്യൽ വർക്കർ എന്നത് പ്രശ്നമുള്ള വ്യക്തിയെ സഹായിക്കുന്ന ഒരാൾ എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒരു സോഷ്യൽ വർക്കർ വ്യക്തിയെ സഹായിക്കുകയും കുടുംബത്തെ പിന്തുണയ്ക്കുകയും സമൂഹവുമായി പ്രവർത്തിക്കുകയും അവകാശങ്ങൾക്കായി അഡ്വക്കസി നടത്തുകയും അനീതിയായ സാമൂഹിക സാഹചര്യങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് മോഡേൺ സോഷ്യൽ വർക്കിന്റെ യഥാർത്ഥ ശക്തി. ഈ ലെക്ചർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, സോഷ്യൽ വർക്ക് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള MSW സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് ലെക്ചേഴ്സ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത യൂണിറ്റുമായി വീണ്ടും കാണാം. നന്ദി.